ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ ജനതയെയും ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇബ്രാഹിം നബി ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടിരിക്കുന്നു ഈ പങ്കുകാരെ ഞാൻ എന്തിനു ഭയപ്പെടണം? അള്ളാഹിനെ പങ്കുചേർക്കാൻ നിങ്ങൾക്കൊരു പേടിയില്ല, നിങ്ങൾക്കൊരു മടിയില്ല, പിന്നെ ഞാൻ എന്തിനാ ആ ആരാധ്യ വസ്തുക്കളെ ഭയപ്പെടും? എനിക്ക് അവിടെ തുടർന്നുകൊണ്ട് പറയുന്നു, മാലം യുനസ്തിൽ അലൈക്കും സുൽത്താൻ, നിങ്ങൾക്ക് യാതൊരു പ്രമാണങ്ങളുടെ പിൻബലവുമില്ലാതെയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ് ഏറെ പ്രസക്തം, നമ്മുടെ വിഷയവുമായി ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത്. ആർക്കാണ് നിർഭയത്വത്തിന് അവകാശമുള്ളത്? ഏറ്റവും കൂടുതൽ അർഹത ആർക്കാണുള്ളത്? അലമോൻ, നിങ്ങൾ കാര്യങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നവരാണെങ്കിൽ ആർക്കാണ് നിർഭയത്വത്തിനുള്ള ഏറ്റവും അർഹതയുള്ളത് എന്നാണ്. അതാണ് ചോദ്യം. ഏതാ രണ്ട് ഫരീഖ്? ഇവിടെ രണ്ട് കക്ഷികൾ ഏതാണ്? ഒന്ന് അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ച് അവനെ അർപ്പിച്ച് അവനെ തമക്കിലാക്കി മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസി. മറ്റൊന്ന് അള്ളാഹു അല്ലാത്ത മറ്റു പലരിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് പൂജിച്ച് അവർക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് അങ്ങനെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ബഹുദൈവ വിശ്വാസി. ഈ രണ്ട് കക്ഷികൾ ഏത് കക്ഷിക്കാണ് നിർഭയത്വമുള്ളത് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആ ജനങ്ങളോട് ചോദിക്കുന്നത്. നിർഭയത്വത്തിന് യഥാർത്ഥത്തിൽ അവകാശമുള്ളവർ ആരാണ്? ഈ രണ്ട് കക്ഷികളിൽ ആരാകുന്നു എന്ന് അത് യഥാർത്ഥ ഏകദൈവ വിശ്വാസികൾക്ക് മാത്രമാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. എന്നിട്ട് അള്ളാഹു ആ കാര്യം വിശദീകരിക്കുന്നു. നോക്കൂ, നമ്മൾ യഥാർത്ഥത്തിൽ നിർഭയത്വമുള്ള ആർക്കാകുന്നു? യഥാർത്ഥത്തിൽ വിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിൽ യാതൊരു കളങ്കവും കൂട്ടിച്ചേർക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർക്കാകുന്നു നിർഭയത്വമുള്ളത്. അവർക്കാണ് നിർഭയത്വം. സ്വഹം മുഹത്തതും, അവരാണ് നേർമാർഗം പ്രാപിച്ചവർ എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും, തൗഹീദിൽ യാതൊരു കളങ്കവും ഇല്ലാതെ, വിശ്വാസത്തിൽ യാതൊരു കൂട്ടിച്ചേർക്കലില്ലാതെ യഥാർത്ഥ ദൈവവിശ്വാസികളായിരിക്കുന്ന മുവഹ്ഹിദുകളായിരിക്കുന്ന ആളുകൾക്കാണ് നിർഭയത്വമുള്ളത് എന്ന് പറയുകയും അവരാണ് നേർമാർഗം പ്രാപിച്ചിരിക്കുന്നവർ എന്ന് ബോധ്യപ്പെടുത്തുകയുമാണ് ഈ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെയും വളരെ കൃത്യമായി നിർഭയത്വം ഉണ്ടാകുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. നമ്മൾ ആലോചിച്ചു, ഓരോ കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരൊറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം നിർവഹിക്കുന്നത് ഒരേ ശക്തിയാണ്. ആ ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അവനെ തവക്കുലാക്കുക, എല്ലാം അവനെ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ നമുക്ക് വേറെ ആരെയും ഭയപ്പെടാനുണ്ടാവില്ല, അവനെ മാത്രമേ വിളിക്കാനുണ്ടാവും. അതേസമയത്ത് മറ്റു പലതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് സൃഷ്ടി ഒരാൾ, സ്ഥിതി സംരക്ഷണം ഒരാൾ, അതുപോലെ തന്നെ നാശിപ്പിക്കുന്നത് സംഹരിക്കുന്നത് മറ്റൊരാൾ. അത് നമുക്ക് വ്യത്യസ്ത ദൈവങ്ങൾ സങ്കല്പിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ആലോചിച്ചു, ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുമെന്ന പേടിയും ഭയപ്പാടും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ, എല്ലാ ആരാധ്യവസ്തുക്കളെയും തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ലാത്ത രൂപത്തിൽ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഒന്നിലധികം ആരാധ്യവസ്തുക്കൾ ആരാധിക്കുന്നവർക്ക് മനസ്സാന്നിധ്യത്തോടുകൂടി, മനസ്സമാധാനത്തോടുകൂടി യഥാർത്ഥത്തിൽ നിർഭയത്വം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചോദിച്ചത്, ഈ രണ്ട് വിഭാഗങ്ങളിൽ ഏതൊരു വിഭാഗത്തിനാണ് പൂർണ്ണമായ നിർഭയത്വത്തിന് അർഹതയും അവകാശവും എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു നിർഭയത്വം ഉണ്ടാകുന്നത് അചഞ്ചലമായ അടിസ്ഥാനപരമായ അള്ളാഹുവിന്റെ വിശ്വാസത്തിലൂടെയാകുന്നു എന്നുള്ളതാണ്. നമ്മൾ പരിശോധിച്ചു, ഇന്ന് ഈ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യർ, അവിടെ കടന്നു വരുന്ന പല തെറ്റായ ആളുകളും ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശ്വാസികൾക്കിടയിൽ കടന്നു വന്നിരിക്കുന്ന അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ നിർഭയത്വം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പല കേന്ദ്രങ്ങളിലേക്കും മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, ജീവിച്ചിരിക്കുന്ന ആ ദൈവങ്ങളുടെ പിന്നിൽ പോകുന്നവർ, മറ്റു പലതിനെയും പല സൃഷ്ടികളെയും അള്ളാഹുവിന്റെ ഈ ഭൂമുഖത്തുള്ള പല സൃഷ്ടിജാലങ്ങളെയും ആരാധിക്കുകയും വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ,
അവർക്കൊക്കെ തന്നെയും എവിടെയും എത്തും പിടിയും കിട്ടാത്ത, യഥാർത്ഥത്തിൽ ഒരു അടിയുറച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും അവർ പലതിനെയും പേടിക്കുകയും പലതിനെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത് ഇപ്പൊ നഫ്സ്, ദുശ്ശകുനം, പേടിയാണ്. പുറത്തെ കടന്നു ഒരു പൂച്ച ഓടിയാൽ മതി. പൂച്ച വലത്തോട്ടാണോ ഇടത്തോട്ടാണോ ഓടുന്നത്, അത് വെളുത്ത പൂച്ചയാണോ കറുത്ത പൂച്ചയാണോ, ഏതെങ്കിലും ഒരു കിളിശബ്ദിച്ചാൽ മതി. ആ കിളിശബ്ദ ശബ്ദം എന്റെ പ്രവർത്തനത്തെ, എന്റെ യാത്രയെ അതിന് തടസ്സം സൃഷ്ടിക്കും എന്ന് ചിന്തിക്കുകയാണ്. എന്തിനാണ് ജന്മനക്ഷത്രങ്ങൾ നോക്കിക്കൊണ്ട് നാം ഭാവി ബാധതയെ നിർണ്ണയിക്കപ്പെടുകയാണ്. ഞാൻ ജനിച്ചത് തന്നെ അപകടകരമാണ്, അവിടെ ചൊവ്വാദോഷമുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിക്കുമ്പോൾ മനുഷ്യന് സൂര്യപ്പെടുകയാണ്. അവർ ദാമ്പത്യ ജീവിതം പോലും സാധ്യമല്ലാതെ വരികയാണ്. വിവാഹാന്വേഷണങ്ങൾ പോലും നിരസിക്കപ്പെടുകയാണ്. നമ്മൾ ആലോചിച്ചു, അന്ധവിശ്വാസം കടന്നു വരുന്ന വഴിയിൽ മുഴുവനും ആശങ്കയാണ്, നിരാശ മാത്രമല്ല പേടിയാണ്. ആ രൂപത്തിൽ അന്ധവിശ്വാസം കടന്നു വരുന്ന വഴി നമുക്ക് കാണാൻ സാധിക്കും. ഒരു വീടുണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോൾ പേടിയാണ്, കന്നിമൂല എവിടെയാണ്, എന്തൊക്കെയാണ് ധാരാളം, ഇങ്ങനെ തുടങ്ങിയ അന്ധവിശ്വാസം അവിടെ കൊണ്ടുവരും. ആ വീടുണ്ടാക്കിയതും വീട് കുറ്റിയടിക്കുന്നത് മുതൽ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരെ, വീടിന്റെ അടുക്കള പ്ലാൻ ചെയ്യുന്നത് മുതൽ വീട്ടിലുണ്ടാകുന്ന ടോയ്ലറ്റ് ക്രമീകരിക്കുന്ന അടക്കം എല്ലാത്തിനും ആശങ്കയാണ്. വീടിന് പണിയെടുക്കാൻ കഴിയില്ല. അന്ധവിശ്വാസം കടന്നു വരുന്ന വഴി നമ്മൾ ഏതെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നിർഭയത്വം ഉണ്ടാവുന്നില്ല, ഭയമാണ്. പലതിനെയും നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടിജാലങ്ങൾ ജിന്നിനെ ഭയപ്പെടുത്താറുണ്ട്. അതുപോലെ മറ്റു പല ജീവികൾ ഇങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ശൈത്താനും ജിന്നും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം തന്നെ മനുഷ്യന്റെ സ്വൈര്യം പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നത്. അപ്പോൾ കൃത്യമായി നമുക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിയുന്ന അചഞ്ചലമായ ഏകദേശം എല്ലാം അള്ളാഹുവിൽ തവക്കിലാക്കിക്കൊണ്ട് അവനെ ബലമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞു, യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറ അല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. തീർച്ചയായും സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തപ്പെടുമ്പോൾ അവരുടെ ഹൃദയം നടുങ്ങുകയാണ്. അള്ളാഹ് കേട്ട മതി, പടച്ചോ എന്ന ബോധമുണ്ടായാൽ മതി, അപ്പോൾ തന്നെ മനസ്സിൽ നടുക്കമുണ്ടാകും. അതിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈമാൻ വർദ്ധിക്കുകയാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കപ്പെടുമ്പോൾ അവരുടെ ഈമാൻ ശക്തിപ്പെടുകയാണ്. അവർ അള്ളാഹുവിൽ തവക്കുലാക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈമാനും തവക്കും തമ്മിലുള്ള വലിയൊരു ബന്ധം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാം അള്ളാഹുവിൽ അവർ തവക്കുലാക്കിയാൽ ഇതിനൊന്നും പേടിക്കാൻ. ഇപ്പൊ നമ്മൾ ആലോചിച്ചു, നമ്മളിപ്പോ പള്ളിയിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് എന്തു സംഭവിക്കാം? പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ പേടിയില്ല. അവൻ എന്ത് പറഞ്ഞാൽ വീട്ടിൽ പറഞ്ഞത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചവനെ, നിന്റെ നാമത്തിലാണ് ഞാൻ ഇറങ്ങുന്നത്, നിന്നെ തവക്കുലാക്കിക്കൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്, നിനക്കല്ലാതെ മറ്റാർക്കും യാതൊരു ശക്തിയും കഴിവുമില്ല. ഈ ഒരു ബോധ്യം അത് പ്രഖ്യാപിച്ചുകൊണ്ട്, അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്, ആ മനസ്സാന്നിധ്യത്തോടുകൂടി ഇറങ്ങുന്നതിന് ഇന്ത്യ കഴിക്കണം. ചിലപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഞാനിട്ട് ഷർട്ടിന്റെ ബട്ടൺ സ്നാനിന്റെ കൈകൊണ്ട് അയച്ചു കൊള്ളുന്നില്ല. എന്നെ കാത്തിരിക്കുന്ന, എന്റെ സലാമിൽ മറുപടി പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന എന്റെ കുടുംബാംഗങ്ങൾ എന്റെ ജനാശയുമായി കടന്നു വരുന്ന ശാസ്ത്രഭക്തന്മാരുടെ സലാം അടക്കേണ്ട അവസ്ഥയുണ്ടാകാം. പക്ഷെ എന്ത് പേടിക്കണം? അള്ളാഹുവിൽ തവക്കുലാക്കി ഇറങ്ങിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിനെ പേടിക്കണം? തന്റെ വീട്, തന്റെ കുടുംബം, തന്റെ ഭാര്യ, മറ്റെന്ത് എന്തും സംഭവിക്കാം, ഞാൻ തിരിച്ചു വരുന്നത് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഒരു വിശ്വാസിക്ക് ആശങ്കയില്ല. കാരണം അവരെല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. നമുക്ക് നമ്മൾ എന്തൊരു സമാധാനമാണ്. ഇതൊരു വിശ്വാസിക്കലാണ് അനുഭവിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചു, ഒരു നാസ്തികനായ മനുഷ്യനെ, ദൈവവിശ്വാസമില്ലാത്ത മനുഷ്യൻ അവന്റെ കുടുംബത്തിൽ ഒരു അത്യാഹിതം ഉണ്ടായി എന്ന് വിചാരിക്കില്ല. നമുക്ക് അവർക്ക് എന്താ ആശ്വസിപ്പിക്കാൻ കഴിയുക? എന്താ പറയാൻ കഴിയുക? അവന്റെ സമീപത്ത് എന്നുകൊണ്ട് നമുക്ക് എന്ത് പറഞ്ഞുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കാൻ കഴിയും? ഒരു വിശ്വാസിയുടെ അടുത്ത് നമുക്ക് ഇത് പറയാലോ. അള്ളാഹുവിന്റെ വിധിയെ കുറിച്ച് പറയാം, ഖലാഇനെ കുറിച്ച് പറയാം, ഖദറിനെ കുറിച്ച് പറയാം, വരാനിരിക്കുന്ന ഒരു ഭാവി ജീവിതത്തെ കുറിച്ച് പറയാം, പരലോകത്തെ കുറിച്ച് പറയാം, സ്വർഗത്തെ കുറിച്ച് പറയാം, നാളെ പരലോകത്ത് കുടുംബസമേതം നമ്മൾ ഒരുമിച്ച് കൂടുന്നതിനെ പറ്റി പറയാം. എല്ലാവരും അവനെ ആശ്വസിപ്പിക്കാൻ നമുക്ക് ഒരുപാട് ന്യായങ്ങളുണ്ട്.
ദൈവത്തിൽ വിശ്വാസമില്ലാത്ത, മരണശേഷം ശുദ്ധമായ ഉന്നതിയാകും വേണ്ടി വിശ്വസിക്കുന്ന ഒരു നാസ്തികൻ ഉണ്ടാകുന്ന ഭൗതികമായ ദൈവത്തിൽ പോലും അവരെ നമുക്ക് ആശ്വസിപ്പിക്കാൻ എന്താണ് വാക്കുകളോടുകൂടി നമ്മൾ കരഞ്ഞു നടന്നാൽ ഒന്നുപോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഞാൻ പറഞ്ഞത് വിശ്വാസമാണ് നമുക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ തവക്കുലാക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ പരിശോധിച്ച് നോക്കും, നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലായിടത്തും അവന്റെ സ്വസ്ഥതയും ശാന്തിയും നിർഭയത്വവും ഉണ്ടാകാനുള്ള മാർഗങ്ങൾ ഇസ്ലാം പഠിപ്പിക്കും. ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുടുംബ ജീവിതത്തിൽ തന്നെ നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു കുടുംബം അവിടെ എന്താണ് ഉണ്ടാകുന്നത്? ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു കുടുംബത്തിൽ എന്താ ഉണ്ടാകുന്നത്? യഥാർത്ഥത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? നിക്കാഹിന്റെ കുടുംബങ്ങളിൽ നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു വചനമുണ്ട്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. ഇസ്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ, അങ്ങനെയുള്ള ഒരു കുടുംബത്തെ ക്രമീകരിക്കുമ്പോൾ അതിന്റെ അടിത്തറമായ ദാമ്പത്യ ബന്ധത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് അവർ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ അവരിൽ സമാധാനമടയുന്നതിന് വേണ്ടി എന്നാണ്. ഒരു കുടുംബ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണം എന്നതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മുസ്ലിമിന്റെ കുടുംബം മസ്കനാകണം, അവന്റെ വീട് മസ്കനാകണം, സമാധാനകേടാകണം, അവിടെ ശാന്തി ഉണ്ടാകണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന വീട് അവർ സമാധാനത്തിന്റെ അപ്പാണിയായിരിക്കണം. സ്വന്തം ഇണ ആ രൂപത്തിൽ പരിവർത്തിക്കപ്പെടുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ കുടുംബത്തിൽ പോലും യഥാർത്ഥത്തിൽ ആ കുടുംബ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ശാന്തിയും സമാധാനവും അചഞ്ചലമായ വിശ്വാസത്തിലൂടെ രൂപപ്പെട്ടു വരുന്നതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ ആലോചിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അയൽക്കാരൻ നിർഭയനായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 3 തവണ ഒരാൾ സത്യവിശ്വാസിയാവുകയില്ല, ഒരാൾ സത്യവിശ്വാസിയാവുകയില്ല, ഒരാൾ സത്യവിശ്വാസിയാവുകയില്ല. സഹാബിവര്യന്മാർ പ്രവാചകനോട് ചോദിച്ചു, ആരെ കുറിച്ച പ്രവാചകരെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അയാൾ സത്യവിശ്വാസിയാവുകയില്ല, സത്യവിശ്വാസിയാവുകയില്ല, സത്യവിശ്വാസിയാവുകയില്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് ആരെ പറ്റിയാണ്? ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും. കാല ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസ്. എന്താ അവിടെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു? ഒരാളെ സംബന്ധിച്ചിടത്തോളം തന്റെ അയൽക്കാരൻ നിർഭയനായിരിക്കുന്നത് വരെ, തന്റെ അയൽക്കാരനിൽ നിന്ന് യാതൊരു ഉപദ്രവവും ഭയപ്പെടാനില്ലാത്ത വിധമുള്ള സുരക്ഷിതത്വം മറ്റൊരു അയൽക്കാരന് ലഭ്യമാകുന്നത് വരെ അയാൾ സത്യവിശ്വാസിയാവുകയില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. എന്താ ഇതിനർത്ഥം? നാം ഒരു വിശ്വാസിയായ ഒരു അയൽക്കാരുണ്ടെങ്കിൽ അടുത്ത വീട്ടുകാരൻ അവൻ നിർഭയനായി. ഒരു ഉപദ്രവവും അയാളിൽ നിന്ന് എനിക്കോ എന്റെ കുടുംബത്തിനോ ഉണ്ടാകുകയില്ല എന്ന ധൈര്യത്തോടെ ജീവിക്കാൻ മറ്റുള്ളവർക്ക് നിർഭയത്വം നൽകാൻ സാധിക്കുന്നവരായിരിക്കും ഒരു വിശ്വാസിയായ അയൽക്കാരൻ എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തി. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ മറ്റൊരു വചനത്തിൽ കാണാൻ കഴിയും, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, തന്റെ അയൽക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്ന് അവന് ഹൃദയത്തിൽ ഉണ്ടാകുന്നത് തന്നെ. അപ്പൊ നമ്മള് ഒരു അയൽക്കാരൻ ഇത്രയധികം തന്റെ അടുത്ത വീട്ടുകാരന് പൂർണ്ണമായ ഹൃദയത്വമുള്ളവരായിരിക്കണം ഒരു വിശ്വാസിയായ അയൽക്കാരൻ. അതുവരെ നമ്മൾ വിശ്വാസിയാവുകയില്ല എന്ന് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ ആലോചിച്ചു, ഇതാണ് നിർഭയത്വത്തിന്റെ സ്വഭാവം. ഇന്ന് ഇരട്ടക്കൊലയും കൂട്ടക്കൊലയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. കൊലപാതകങ്ങളുടെ ചരിത്രം, ആ ചരിത്രം ആരംഭിക്കുന്നത് ആദം നബിയുടെ ഒരു മകൻ മറ്റൊരു മകനെ കൊലപ്പെടുത്തിയ ചരിത്രത്തിലൂടെ. മാനവ സമൂഹത്തിലെ ഒന്നാമത്തെ കൊല. ഈ കൊലയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു.
അത് നടന്ന സാഹചര്യവും സന്ദർഭങ്ങളൊക്കെ. ഞാൻ അവിടെ വിശ്വാസിയായ ആദമിന്റെ മകൻ പറഞ്ഞ മറുപടി മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ആ സന്ദർഭത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു നോക്കൂ. നമ്മൾ കാനല്ല അക്രമന്നെ ആദമിന്റെ ഒരു മകൻ പറഞ്ഞു മറ്റൊരു മകനോട് ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കേൾക്കാത്ത വാദം, ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. ഈ വാദമാണ് അദ്ദേഹം കേൾക്കുന്നത്. രണ്ടുപേരും ദൈവത്തിന് അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന, അവരുടെ ആരാധ്യ ഒരാളുടെ നേർച്ച സ്വീകരിക്കപ്പെടുകയും മറ്റൊരാളുടെ നേർച്ച സ്വീകരിക്കപ്പെടാതെ ഇരിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. എന്നെ വിഷയം അതല്ലാത്തത് കൊണ്ടാണ് ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ഒരാളുടെ നേർച്ച സ്വീകരിക്കപ്പെടുന്നു, മറ്റൊരാളുടെ നേർച്ച സ്വീകരിക്കപ്പെടാതിരിക്കുന്നു. ആരുടെ നേർച്ചയാണ് സ്വീകരിക്കപ്പെടാതെ പോയത് അയാൾ നേർച്ച സ്വീകരിക്കപ്പെട്ട ആളെ കൊല്ലും എന്ന് തീരുമാനിക്കുന്നു. ഞാൻ എന്നെ കൊല്ലുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. അയാളോട് പ്രതികരിച്ചുകൊണ്ട് വിശ്വാസിയായിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞിരിക്കുന്ന മറുപടിയാണ് ഖുർആൻ രേഖപ്പെടുത്തിയത്. നമുക്ക് നമ്മൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി എന്താ? സഹോദര, നീ എന്നിലേക്ക് എന്നെ വധിക്കാൻ വേണ്ടി നിന്റെ കൈ നീട്ടിയാലും ശരി, ഞാൻ നിന്നെ വധിക്കാൻ വേണ്ടി എന്റെ കൈ നിന്നിലേക്ക് നീട്ടുകയില്ല. എന്തേ കാരണം? ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, സർവ്വലോക പരിപാലകനായ പടച്ചുറപ്പിലാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, അള്ളാഹനെ മാത്രം പേടിക്കുന്ന ഒരു മനുഷ്യൻ മറ്റൊരാൾ സ്വന്തം സഹോദരൻ കൊലപ്പെടുത്തുമോ എന്ന് ഭയപ്പെടേണ്ടതില്ലാത്ത വിധം അവൻ നിർഭയത്വമുള്ളവരാക്കി മാറ്റാൻ സാധിക്കും. ഇതാണ് വിശ്വാസത്തിൽ. നമുക്ക് മാത്രമല്ല, വിശ്വാസിക്ക് മാത്രമല്ല ഈ നിർഭയത്തെ കിട്ടുന്നെന്ന് ഞാൻ പറഞ്ഞതാണ്. വിശ്വാസിയായ ഒരു മനുഷ്യനിലൂടെ തന്റെ അയൽക്കാരൻ നിർഭയത്തിൽ ലഭിക്കും. വിശ്വാസിയായ ഒരു മനുഷ്യനിലൂടെ തന്റെ സഹോദരൻ നിർഭയത്തിൽ ലഭിക്കുന്നു. അവൻ ഇങ്ങോട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പോലും അവരോട് പറയുന്നത്, നീ എന്നെ കൊണ്ട് കൊല്ലാൻ ശ്രമിച്ചത് കുഴപ്പമില്ല, പക്ഷെ ഞാൻ നിനക്കെതിരെ കൈ വെക്കുകയില്ല. കാരണം ഇനി അഹാസുള്ള ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നവനാണ്. അതുകൊണ്ട് ആ വിശ്വാസം എനിക്ക് നൽകിയിരിക്കുന്ന ഒരു സംസ്കാരമുണ്ട്.